ഇനി കാണാം, അറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അനുശ്രീ, കോഴിക്കോട് വൈദ്യരത്നം ട്രീറ്റ്മെന്റ് സെന്ററിലെ ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുമ്പോൾ സൂര്യാതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് രേഖപ്പെടുത്തുന്നത്. ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. വെയിൽ കൊള്ളുമ്പോൾ ചർമ്മത്തിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ കാരണം ശരീരത്തിൽ ചുവപ്പ്, ചൊറിച്ചിൽ, വരൾച്ച എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. കൂടുതൽ നേരം ഉയർന്ന താപനില ശരീരത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ദേഹാധ്വാനം വേണ്ടി വരുന്ന പ്രവൃത്തികളിൽ വേനൽ സമയത്ത് ഏർപ്പെടുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ കാണാറുള്ളത്. പനി, ശക്തമായ തലവേദന, തലകറക്കം, ഛർദിൽ എന്നീ ലക്ഷണങ്ങളും ചിലരിൽ കാണാറുണ്ട്. തൊലി കൂടുതൽ പൊള്ളുന്നതിനനുസരിച്ചിട്ട് കുമിളകൾ വരിക, തൊലി അടർന്നു മാറുക എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. കൂടുതൽ വേർക്കുന്നവരിൽ ചൂടുകുരു, ഫംഗസ് ബാധയും കാണാറുണ്ട്. ചർമ്മരോഗങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ക്ഷീണം, ബോധക്ഷയം, നെഞ്ചെടുപ്പ് കൂടുക എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് സൂര്യാഘാതം കാരണമായിരിക്കും. ഉടൻ തന്നെ വെയിലുള്ള സ്ഥലത്ത് നിന്ന് ആ വ്യക്തിയെ മാറ്റി തണുത്ത സ്ഥലത്തേക്ക് മാറ്റുക. തണുത്ത വെള്ളം കുടിപ്പിക്കുക, ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുകയും ചെയ്യുക. ഐസ് മുതലായ ഉപയോഗിച്ച് ശരീരത്തിന്റെ താപനില കുറയ്ക്കുക. ഒട്ടും തന്നെ താമസിയാതെ ആശുപത്രിയിൽ ആ വ്യക്തിയെ എത്തിക്കുക. ചൂടുകാലത്ത് കണ്ടുവരുന്ന മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാമാണ്. ചൂട് കൂടുന്നത് കൊണ്ടുള്ള പേശികളുടെ കോച്ചിപ്പിടുത്തം, ഹീറ്റ് ക്രാംസ്, അതുപോലെ ഹെമറോയിഡ്സ്, ബ്ലീഡിംഗ് പൈൽസ്, മൂത്രത്തിൽ പഴുപ്പ് അതായത് യൂറിനറി ഇൻഫെക്ഷൻസ്, ശരീരത്തിൽ ചൊറിച്ചൽ, ചൂടുകുരു, ചെങ്കണ്ണ്, വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ വരാനും സാധ്യത ഉണ്ട്. ഇതിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കാം? കഴിയുന്നതും ശക്തമായ വെയിലുള്ളപ്പോൾ പുറത്തിറങ്ങാതിരിക്കുക. സൺസ്ക്രീൻ ലോഷനുകൾ, പൗഡറുകൾ എന്നിവ ഉപയോഗിക്കുക. കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയിട്ടുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ജ്യൂസ്, പഴങ്ങള്, കരിക്കിന്റെ വെള്ളം തുടങ്ങിയവ കഴിക്കുക. ദിവസേന 2 തവണയെങ്കിലും കുളിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഹോട്ടൽ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. സ്കിൻ റാഷസ് ഉണ്ടെങ്കിൽ ഒരു ചർമ്മരോഗ വിദഗ്ധന്റെ സേവനം നിങ്ങൾ നിർബന്ധമായിട്ടും സ്വീകരിക്കണം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുക. വേനൽക്കാലത്ത് പൊതുവെ പാലിക്കേണ്ട പഥ്യങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. 2.5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കണം. കരിക്കിന്റെ വെള്ളം, തണുത്ത ജ്യൂസ്, മധുരമിട്ട നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ORS എന്നിവ കുടിക്കാവുന്നതാണ്. എരിവ്, പുളി, അച്ചാറ്, മസാല അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളതും മാംസങ്ങളും ഒഴിവാക്കുക. ഈ വേനൽക്കാലം പൊതുവെ ഫെസ്റ്റിവൽ സീസൺ കൂടിയാണ്. അതുകൊണ്ട് അധികം മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കൂടാതെ നോമ്പുകാലം കൂടി ആയതിനാൽ പകൽ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് നോമ്പ് തുറന്ന ശേഷം ധാരാളം വെള്ളം കുടിക്കുക. ചൂടുകാലത്ത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. തക്രധാര, ക്ഷീരധാര എന്നീ ചികിത്സകൾ നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനും സ്കിൻ റാഷസ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ കൈകളിലും ഫേസിലും മറ്റും ഉണ്ടാകുന്ന കരിവാളിപ്പിനെ അകറ്റാൻ D10 ട്രീറ്റ്മെന്റും ബോഡി സ്ക്രബിങ്ങും ആയുർവേദത്തിൽ ലഭ്യമാണ്. ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ രക്തശുദ്ധിക്കും കരിങ്ങാലി, രാമച്ചം, നന്നാറി തുടങ്ങിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മറ്റ് ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ച്, അതായത് പാനാമൃതം പോലുള്ളവ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേനൽക്കാലത്തുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. സൂര്യാഘാതം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും സഹായിക്കുന്നതാണ്. ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.